ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നും നമ്മൾ അക്കൗണ്ടൻസി തന്നെയാണ് പഠിക്കുന്നത്. അക്കൗണ്ടൻസിയുടെ കുറച്ച് ക്ലാസ്സുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ മുകളിലുള്ള ഐക്കാർഡിൽ ക്ലിക്ക് ചെയ്യുക. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. കഴിഞ്ഞ മാസം ഞാൻ അക്കൗണ്ടൻസിയുടെ ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്. അന്ന് ജസ്റ്റ് റൂൾസ് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മുതൽ ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ടിനെ പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും. അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തോളൂ. അത് കഴിയുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ പറയുന്നുണ്ട്. പേഴ്സണൽ അക്കൗണ്ട്, വ്യക്തികൾ തമ്മിലുള്ള അക്കൗണ്ടാണ് പേഴ്സണൽ അക്കൗണ്ട്. അതിൽ സപ്ലൈസ്, ക്രെഡിറ്റേഴ്സും ഒക്കെ വരാം. പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്ന് പറയുന്നത് ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ഒരു ട്രാൻസാക്ഷനിൽ ആര് സ്വീകരിക്കുന്നുവോ ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തെ ഡെബിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ആര് നൽകുന്നുവോ ആ വ്യക്തിയെ അല്ലെങ്കിൽ സ്ഥാപനത്തെ ക്രെഡിറ്റ് ചെയ്യണം. അടുത്തത് റിയൽ അക്കൗണ്ട്. അസറ്റുകളെ സംബന്ധിക്കുന്ന അക്കൗണ്ടാണ് റിയൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്ന് പറയുന്നത് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. എന്താണോ ബിസിനസ്സിലേക്ക് വരുന്നത് അതിനെ ഡെബിറ്റ് ചെയ്യുക, എന്താണോ ബിസിനസ്സിൽ നിന്ന് പോകുന്നത് അതിനെ ക്രെഡിറ്റ് ചെയ്യുക. നോമിനൽ അക്കൗണ്ട്, എക്സ്പെൻസിനെയും ഇൻകത്തെയും സംബന്ധിച്ചുള്ളതാണ് നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ടിൻ്റെ റൂള് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസ്, ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻസ്. എല്ലാ ചെലവിനെയും നഷ്ടത്തെയും ഡെബിറ്റ് ചെയ്യുക, അതുപോലെ എല്ലാ വരവിനെയും നേട്ടത്തെയും ക്രെഡിറ്റ് ചെയ്യുക. ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്. ഒരു ട്രാൻസാക്ഷൻ നമ്മൾ കണ്ടു കഴിയുമ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഇത് ഏത് ടൈപ്പ് അക്കൗണ്ടാണ് എന്നാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്. ഫർണിച്ചർ ഒരു അസറ്റാണ്, ക്യാഷും ഒരു അസറ്റാണ്. അപ്പോൾ അസറ്റുകളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അസറ്റുകളെക്കുറിച്ചുള്ള അക്കൗണ്ട് റിയൽ അക്കൗണ്ടാണ്. റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ നമ്മൾ പഠിച്ചു. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഈ ഒരു ട്രാൻസാക്ഷനിൽ എന്താണ് ബിസിനസ്സിലേക്ക് വന്നത്? ഫർണിച്ചർ. ക്യാഷ് കൊടുത്ത് ഫർണിച്ചർ വാങ്ങി. അപ്പോൾ നമ്മുടെ ബിസിനസ്സിലേക്ക് വന്നത് ഫർണിച്ചർ, ബിസിനസ്സിൽ നിന്നും പോയത് ക്യാഷ്. അപ്പോൾ റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ അനുസരിച്ച് ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്യുക, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ്റെ എൻട്രി ആയിട്ട് എഴുതുന്നത് ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. അടുത്തൊരു ട്രാൻസാക്ഷൻ നോക്കാം. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്തു. പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഗുഡ്സ് അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഗുഡ്സ് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് അക്കൗണ്ടിങ്ങിലില്ല. പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ എടുക്കേണ്ടത് പർച്ചേസ് അക്കൗണ്ട് എന്നാണ്. സോൾഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എടുക്കേണ്ടത് സെയിൽസ് എന്നുമാണ്. അപ്പോൾ നമ്മളിവിടെ എടുക്കേണ്ട രണ്ട് അക്കൗണ്ട് പർച്ചേസ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടുമാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് പർച്ചേസ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണോ, അസറ്റാണോ, ഇൻകം ആണോ എന്നാണ്. പർച്ചേസ് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ആണെങ്കിൽ ഏത് അക്കൗണ്ടാണ്? നോമിനൽ അക്കൗണ്ടാണ്. നോമിനൽ അക്കൗണ്ടിൽ എല്ലാ എക്സ്പെൻസസിനെയും ഡെബിറ്റ് ചെയ്യുന്നു, ഇൻകം ആൻഡ് ഗെയിൻസിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. എന്നാൽ ക്യാഷ് അസറ്റാണ്. അതുകൊണ്ട് റിയൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. റിയൽ അക്കൗണ്ടിൽ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ബിസിനസ്സിലേക്ക് എന്താണോ വരുന്നത് അതിനെ ഡെബിറ്റ് ചെയ്യുന്നു, എന്താണോ പോകുന്നത് അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇവിടെ ക്യാഷ് പോകുകയാണോ വരികയാണോ നോക്കുക. ക്യാഷ് പോകുകയാണ്, അപ്പോൾ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ്റെ ജേണൽ എൻട്രി ആയിട്ട് എഴുതുന്നത് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ്. അടുത്തത് പെയ്ഡ് ബൈ ചെക്ക് ടു രാമു. ഇവിടെ രാമു ഒരു വ്യക്തിയാണ്, അതുപോലെ ചെക്ക് കൊടുത്തത് ബാങ്കാണ്.
ബാങ്കിനെയും പേഴ്സണൽ അക്കൗണ്ടായിട്ടാണ് കണക്കാക്കുന്നത്. പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂള് ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ഇവിടെ റിസീവർ രാമുവാണ്, ഗിവർ ബാങ്കും. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ്റെ ജേണൽ എൻട്രി ആയിട്ട് എഴുതുന്നത് രാമു ഡെപ്റ്റർ ടു ബാങ്ക്. അപ്പോൾ റിയൽ അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ക്രെഡിറ്റഡ് ടു ഡാഷ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ഡെബിറ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേഷനറി പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ ദ ഡാഷ്. സ്റ്റേഷനറി പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ ദ journal proper. In the case of overdraft, the passbook will have dash balance. Answer, debit balance. Overdraft passbookil debit ബാലൻസും ക്യാഷ് ബുക്കിൽ ക്രെഡിറ്റ് ബാലൻസുമാണ്. Recording transaction in the journal is called. ആൻസർ, ജേണലൈസിംഗ്. ട്രാൻസാക്ഷൻ ജേണലിൽ എൻ്റർ ചെയ്യുന്നതിനെ ജേണലൈസിംഗ് എന്നും ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് മാറ്റുന്നതിനെ പോസ്റ്റിംഗ് എന്നും പറയുന്നു. ഹ്യൂജ് എക്സ്പെൻസസ് ഓൺ അഡ്വർടൈസ്മെൻറ്റ് ഈസ് നോൺ ആസ്. ആൻസർ, ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഹ്യൂജ് എക്സ്പെൻസസ് ഓൺ അഡ്വർടൈസ്മെൻറ്റ് ഈസ് നോൺ ആസ് deferred revenue expenditure. Trade discount is allowed by wholesaler to retailer. Trade discount is allowed by the wholesaler to retailer. Cash discount is allowed by the creditor to debtor. Consignment account is a dash account. Consignment account is a nominal account. Debit note is prepared in connection with purchase return. Debit note is prepared in connection with the purchase return. Credit note is prepared in connection with the sales return. Dash is the decrease or increase in the value of current assets. Fluctuations. Fluctuations is the decrease or increase in the value of current asset. കറണ്ട് അസറ്റിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുകയോ ഇൻക്രീസ് ചെയ്യുകയോ ചെയ്യുന്നതിനെ ഫ്ലക്ച്വേഷൻസ് എന്ന് പറയുന്നു. ഫിക്സഡ് ഡിപ്പോസിറ്റിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നതിനെ ഡിപ്രിസിയേഷൻ എന്നും പറയുന്നു. ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട്. Capital account is a personal account. Sales returns are also called return inwards. Sales returns are also called return inwards. Purchase returns are also called return outwards. Debtors ledger is also called sales book. Debtors ledger is also called sales book. Creditors ledger is also called purchase book. Accountancy begins where dash ends. Accountancy begins where bookkeeping ends. അക്കൗണ്ടൻസി സ്റ്റാർട്ട് ചെയ്യുന്നത് ബുക്ക് കീപ്പിംഗ് അവസാനിക്കുമ്പോഴാണ്. അതുപോലെ ഓഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അക്കൗണ്ടൻസി അവസാനിക്കുമ്പോഴാണ്. ഇൻ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ദ റെസിപ്റ്റ്സ് ആർ റെക്കോർഡഡ് ഇൻ ദ ഡാഷ് സൈഡ്, ഡെബിറ്റ് സൈഡ്. പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഈസ് ഡാഷ് ടു ദ ബിസിനസ്. പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഈസ് അസറ്റ് ടു ദ ലൈബിലിറ്റീസ്. പ്രീപെയ്ഡ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് റെൻ്റൊക്കെ അസറ്റാണ്. എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഈസ് ഡാഷ് അക്കൗണ്ട്.
expense outstanding is personal account. Cash book always shows a debit balance. Cash book എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും കാണിക്കുന്നത്. The day book should be necessarily be signed by secretary. The day book should be necessarily be signed by secretary. Secretary ആണ് ഡേ ബുക്കിൽ സൈൻ ചെയ്യുന്നത്. Indirect expenses are shown in the profit and loss account. Indirect expenses are shown in the profit and loss account. Direct expenses are shown in the trading account. Nominal accounts are also known as fictitious account. Trademark is an example of intangible asset. Trademark is an example of intangible asset. The profit on sale of a fixed asset is a dash profit. Capital profit. The profit on sale of a fixed asset is a capital profit. The cash book in a non-trading concern is dash account. Receipt and payment account. The cash book in a non-trading concern is receipt and payment account. അക്കൗണ്ടൻസിയുടെ ക്ലാസ്സുകൾ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. തിങ്കളാഴ്ച മുതൽ ബാങ്കിങ്ങിൻ്റെ ക്ലാസ്സുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്